വ്യഭിചാരം നടക്കുമ്പോഴും സഭ വളർന്ന് പന്തലിക്കുന്നു. ആശ്ചര്യം തന്നെ. 1 കൊരിന്ത്യർ 5-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് ശ്രദ്ധിച്ച്. നിങ്ങളുടെ ഇടയിൽ ദുർനടപ്പുണ്ടെന്ന് കേൾക്കുന്നു. ഒരാൾ തൻ്റെ അപ്പൻ്റെ ഭാര്യയുമായി അവിഹിത ബന്ധം പുലർത്തുന്നു. അത് ജാതികളിൽ പോലും ഇല്ലാത്ത ദുർനടപ്പ് തന്നെ. എന്നിട്ടും നിങ്ങൾ അഹങ്കരിക്കുന്നു. ഈ ദുഷ്കർമ്മം ചെയ്തവനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് പുറത്താക്കുവാൻ തക്കവണ്ണം നിങ്ങൾ തുനിഞ്ഞിട്ടുമില്ല. ദുർനടപ്പുകാരോട് സംസർഗമരുത് എന്ന് ഞാൻ എൻ്റെ ലേഖനത്തിൽ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ. അത് ഈ ലോകത്തിലെ ദുർനടപ്പുകാരോടോ അത്യാഗ്രഹികളും വഞ്ചകരും ആയവരോടോ വിഗ്രഹാരാധികളോടോ അരുത് എന്നല്ല. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഈ ലോകം വിട്ട് പോകേണ്ടി വരും. എന്നാൽ സഹോദരൻ എന്ന് പേരുള്ള ഒരാൾ ദുർനടപ്പുകാരനോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധിയോ അസഭ്യം പറയുന്നവനോ മദ്യപാനോ വഞ്ചകനോ ആകുന്നു എങ്കിൽ അവനോട് സംസർഗമരുത്. അങ്ങനെയുള്ളവനെ കൂടെ ഭക്ഷണം കഴിക്ക പോലും അരുതെന്നത്രേ ഞാൻ നിങ്ങൾക്ക് എഴുതിയത്. ആ ദുഷ്ടനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയുവീൻ. ദൈവവചനത്തിൽ ശക്തമായി വ്യഭിചാരത്തെ പറ്റി പറഞ്ഞിരിക്കുമ്പോൾ ഇവിടെ ഒരാൾ വിളംബരം ചെയ്യുന്നു. വ്യഭിചാരം നടക്കുമ്പോഴും സഭ വളർന്നു വരുന്നു എന്ന്. പ്രിയ വിശ്വാസ സമൂഹമേ, ആൾ ദൈവങ്ങളുടെ പുറകെ പോയി ദൈവത്തിൻ്റെ തേജസ്സിനെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കരുതേ. അന്ത്യകാല ലക്ഷണങ്ങളിൽ ഒന്നാണ് ജനത്തെ ദുർനടപ്പിലേക്ക് വലിച്ചുകൊണ്ട് പോകുന്ന കൊടിയ ചെന്നായ്ക്കൾ സഭയിൽ നുഴഞ്ഞു കയറും എന്നുള്ളത്. ആത്മാവ് സഭയോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവർ കേൾക്കട്ടെ. വിശുദ്ധൻ തന്നെ വിശുദ്ധീകരിക്കട്ടെ. അഴുക്കുള്ളവൻ അഴുക്കാടട്ടെ.